friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് ബാഗ് കേക്കും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് ഇതേപോലെ ഒരു കേക്ക് ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കി സക്സസ് ആയി. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫോണ്ടന്റ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ ഫോണ്ടന്റ് വെച്ചിട്ട് ഒരു കേക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയവും എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹാൻഡ് ബാഗ് കേക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ സ്പോഞ്ച് ബേക്ക് ചെയ്യണമെന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പ് മോൾഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ലെയറും സെൻറ്റർ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 ലെയറും ഒരുമിച്ച് വെച്ചിട്ട് സെൻറ്റർ നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷന് നമ്മൾ ഇതേപോലെ മുകളിലായിട്ട് വെച്ചെടുത്തിട്ട് മൊത്തം 6 ലെയറായിട്ടാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഒരു ക്രീമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ച് സോസും അതേപോലെ തന്നെ പ്രാലൈനൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ ഈ ചെയ്തിട്ടുള്ള സ്പോഞ്ച് കുറച്ച് ബട്ടർ സ്കോച്ച് എസൻസും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതന്നായിരിക്കും നല്ലത്. കാരണം ഞാനിത് നമ്മൾ ഒരു ബാഗിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ലെയറും ഇതേപോലെ തന്നെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ലെയറും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ബാഗിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ സെൻറ്ററിലായിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ മുകളിലുള്ള ആ ഒരു ലെയർ നീങ്ങിപ്പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ ക്രീം വെച്ചിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടോ ഫ്രോസ്റ്റിങ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒന്നും ആവില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഞാൻ വെറ്റ് ചെയ്തതും കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, അതാണിങ്ങനെ സ്ലിപ്പായി പോണത്. ഇപ്പോൾ ഏകദേശം ഒരു ബാഗിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ തന്നെ 2 സൈഡിലായിട്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാഗിൻ്റെ മുകളിലേക്കായിട്ട് 2 സൈഡിലും ഒരു ചുളിവ് പോലെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചുളിവ് നമുക്ക് ഈ ഒരു കേക്കിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടാണ് കട്ട് ചെയ്തത് 2 സൈഡും. ഒന്നും കൂടി ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായനെ. അത് നിങ്ങൾക്ക് ഞാൻ ഫോണ്ടൻ്റ് വെച്ച് കഴിയുമ്പം കാണുമ്പോൾ മനസ്സിലാവും, അവിടെ ചുളിവ് കുറച്ച് കുറവാണ്. ഇപ്പോൾ അത് 2 സൈഡും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് വെച്ചിട്ട് മൊത്തം ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം.
അങ്ങനെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കേക്ക് ഞാൻ നന്നായിട്ട് തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഒന്ന് സെറ്റാക്കി എടുത്തത്. ഇനി കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ള ഫോണ്ടൻറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്കെയിൽ വെച്ചിട്ട് കേക്കിൻ്റെ അളവെടുത്തിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ അളവൊക്കെ എടുത്തത് തെറ്റാണത്. നിങ്ങൾക്ക് ഫോണ്ടൻറ്റ് ഞാൻ വെക്കുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ സാധാരണ നമ്മൾ ബാഗിൻ്റെ മുകളിൽ കണ്ടുവരുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു കേക്കിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്യൽ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണ ഈ ഒരു ടൂൾ ഞാൻ റോൾ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റോൾ ആവണില്ല, കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം ഇതേപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്, ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ടൂള് വാങ്ങുന്നുണ്ടെങ്കിൽ റോൾ ചെയ്യുന്നുണ്ടോയെന്ന് നല്ലോണം നോക്കി വാങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ പണി കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫോണ്ടൻറ്റ് വെച്ചെടുക്കുന്നത് കേക്കിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ചെറുതായി പോയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഫോണ്ടൻറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഷേപ്പർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫോണ്ടൻറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ കേക്കിൻ്റെ 2 സൈഡിലും അതേപോലെ തന്നെ അളന്നെടുത്തിട്ട് ഫോണ്ടൻറ്റ് വെച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും ഞാൻ ഡിസൈൻ ചെയ്യാൻ നിന്നിട്ടില്ല, സാധാരണ ഫോണ്ടൻറ്റ് മാത്രമാണ് വെച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ ആ ചെറുതായിട്ട് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അവിടെ ആ ഒരു ചുളിവ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് വെച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ചുളിവ് അവിടെ കുറവാണ് വന്നത്. അങ്ങനെ 2 സൈഡിലും ഫോണ്ടൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫോണ്ടൻറ്റ് കുറച്ചൊന്ന് വളച്ച് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഞാൻ ആ ഒരു സെയിം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റ് എത്താത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കേക്കിന് മൊത്തം ഒന്ന് ബോർഡർ കൊടുക്കാം. അപ്പോൾ അതാ കേക്കിന് ചുറ്റും ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇതേപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റ് ചെറുതായിട്ടൊന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ബാഗിനുള്ള ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് കോർത്ത് വെച്ചതാണ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് യെല്ലോ കളറിൽ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനാണ് ഞാൻ കുറേ ടൈം എടുത്തത്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടണമല്ലോ. എൻ്റേതിപ്പോൾ എല്ലാം കറക്റ്റ് അളവൊന്നുമല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേക്കിൽ വെക്കുന്ന സമയത്ത് അത് അറിയണമൊന്നുമില്ല. ഇനി കേക്കിൻ്റെ ഏറ്റവും മുകളിൽ 2 സൈഡിലേക്കായിട്ട് ആ ഒരു ചെയിൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ 2 റൗണ്ട് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ 2ൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചെയിനും ഇതേപോലെ ഒന്ന് കേക്കിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫോണ്ടൻ്റ് ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കൈ വെക്കുന്ന ഭാഗത്തൊക്കെ ഫോണ്ടൻ്റ് ഇങ്ങനെ കയ്യിൽ വരാണ് ചെയ്യുന്നത്. ചെയിൻ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ ഞാനിത് ഫസ്റ്റ് വെച്ച സമയത്ത് നെക്സ്റ്റ് ചെയിൻ എടുക്കുമ്പോഴേക്കും ഈ ആദ്യം വെച്ചത് സ്ലിപ്പായിട്ട് താഴെ വീണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇതേപോലെ വെച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നെക്സ്റ്റ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ചെയിനും ഇതേപോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ചെയിൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് വെച്ചെടുക്കുക. ഈ ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കണം. അതേപോലെ തന്നെ ബാക്കിലുള്ള വൈറ്റ് കളറ് കാണാത്ത തരത്തിൽ തന്നെ ഇതൊന്ന് ഉള്ളോട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫോണ്ടൻറ്റ് ഒന്ന് വെച്ചു. അപ്പോൾ ഫുള്ള് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് രണ്ടെണ്ണം ഇതേപോലെ ഒന്ന് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗ് കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളപ്പോൾ ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒരു കേക്ക് ചെയ്യുമ്പം അത് സക്സസ് ആയി കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.